വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. 30 ദിവസത്തെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്ലാസ് ഇവിടെ തീരുകയാണ്. ഇന്ന് 30ാമത്തെ LGS മോഡലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ പഠിക്കണേ. അപ്പോൾ ഒരു മാസമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ LGS മോഡലിലുള്ളത്, LGS സിലബസ് മോഡലുള്ളത് നമ്മൾ പഠിച്ചു വരികയായിരുന്നു അല്ലെ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ 60 ദിവസത്തെ ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ്സും കൂടി ഫോളോ ചെയ്യേണ്ടായിരുന്നു. അത് 43 ദിവസമേ ആയിട്ടുള്ളൂ. ബാക്കി 17 ദിവസം കൂടി അത് ബാക്കിയുണ്ട്. ഇനി അടുത്ത ദിവസം മുതൽ നമ്മൾ LGSന്റെ സിലബസ് ബേസ് ആയിട്ടുള്ള ഒരു റിവിഷൻ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, പരീക്ഷയ്ക്ക് ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഓരോ ഭാഗവും റിവിഷൻ ചെയ്യുമ്പോൾ സിലബസിൽ ഓരോ ഭാഗങ്ങൾ എടുക്കും. ആ ഭാഗങ്ങളിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, അതിപ്പോൾ നമ്മൾ ഓരോ ടോപ്പിക്ക് തൊട്ട് ഇപ്പോൾ കേരള ഫാക്ട്സ് അല്ലെങ്കിൽ കേരള ഹിസ്റ്ററി അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററി, അങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് ആ ഭാഗം മുഴുവൻ തീർത്തിട്ടാണ് നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പോവുള്ളൂ. അതും ഒരു 30 ദിവസത്തെ ക്ലാസ് മുന്നോട്ട് പോകണമെന്നാണ് ടീച്ചർ വിചാരിക്കുന്നത്. അപ്പൊ ഇനി ക്ലാസ്സിലേക്ക് കടക്കുകയാണ്, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്ലാസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആര് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി, കേരളത്തിലെ 50ാമത്തെ ചീഫ് സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ എ ജയതിലക് എന്നാണ്. കേരളത്തിലെ 50ാമത്തെ ചീഫ് സെക്രട്ടറിയാണ് ഇത് ഡോക്ടർ എ ജയതിലക്. ISROന്റെ പുതിയ ചെയർമാൻ ആര് എന്നാണ് ചോദിക്കുന്നത്. ഡോക്ടർ വി നാരായണൻ, അദ്ദേഹമാണ് ISROന്റെ എത്രാമത്തെ ചെയർമാനാണ്? 11ാമത്തെ ചെയർമാനാണ്. 11ാമത് ചെയർമാനാണ് ഡോക്ടർ വി നാരായണൻ. ഇനി അടുത്ത് ദേശീയ കായിക ദിനമായി ആഘോഷിക്കുന്നത് എന്നാണ്? ഹോക്കി മാന്ത്രികൻ എന്ന് വിളിക്കുന്ന ധ്യാൻചന്ദിന്റെ ജന്മദിനമായ ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനം. സിനിമയാക്കിയ ആദ്യത്തെ മലയാള നോവൽ ഏതാണ്? മാർത്താണ്ഡ വർമ്മയാണ്. അടുത്തത് ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കഥകളി ആരാണ്? കഥകളി കൊട്ടാരക്കര തമ്പുരാൻ. 1 D ആണ് ഓപ്ഷൻ. അടുത്തത് 2 ഏതാണ്? ഓട്ടൻതുള്ളൽ. ഓട്ടൻതുള്ളൽ ആരാണ്? കുഞ്ചൻ നമ്പ്യാരാണ്. അടുത്തത് 3ാമത്തത് ചണ്ടാല ഭിക്ഷുകി ആരുടെയാണ്? കുമാരനാശാന്റെയാണ്. കൃഷ്ണഗാഥ ആരുടെയാണ്? ചെറുശ്ശേരിയുടെയാണ്. ഇനി അടുത്ത ചോദ്യം: കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആര് എന്നുള്ളതാണ്. VD സതീശൻ മന്ത്രിസഭയിൽ പി വിഷ്ണുനാഥാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി. അപ്പൊ കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥാണ്. അടുത്ത ചോദ്യം: ഇന്ത്യയുടെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ടെസി തോമസിന്റെ ജന്മസ്ഥലം എവിടെയാണ്? ആലപ്പുഴയാണ്. ഇന്ത്യയിൽ കായിക രംഗത്ത് നൽകുന്ന പരമോന്നത പുരസ്കാരത്തിന്റെ പേര് ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് എന്നുള്ളതാണ്. 2023 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമ നടൻ 2023 ആരാണ്? മോഹൻലാലാണ്. കേരള നവോത്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾക്ക് വഴിതെളിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായിട്ടുള്ള നാടകം രചിച്ചത് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ്? താജിക്കിസ്ഥാൻ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്നില്ല. ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ പ്രദേശ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരത്തിന്റെ പേര് ഷിപ്കില ചുരം എന്നാണ്. അടുത്ത ചോദ്യം: കാരക്കോറം പർവ്വതനിരയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? കാരക്കോറം പർവ്വതനിരയിലാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ അഥവാ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത്. കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ് ടിബറ്റിലെ കൈലാസ നിരകൾ. ഇത് രണ്ടുമാണ്. 13 1 3 ശരി. 14 താഴെ തന്നിരിക്കുന്നവയിൽ ഉപദ്വീപീയ നദികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ചോദ്യം. ഉപദ്വീപീയ നദികളുമായി ബന്ധപ്പെട്ടതിൽ ഏതാണ് ശരിയായ പ്രസ്താവന? 14ാമത്തെ ചോദ്യത്തില് നർമ്മദ നദി ഉത്ഭവിക്കുന്നത് ഛത്തീസ്ഗഡിലെ മൈക്കല മലനിരകളിൽ നിന്നാണ് എന്നുള്ളതും ഉപദ്വീപീയ നദികൾക്ക് അപരദന തീവ്രത താരതമ്യേന കുറവാണ് എന്നുള്ളതും 1 3 ശരിയായിട്ടുള്ള ആൻസർ ആണ്. അടുത്തത് 15ാമത്തെ ചോദ്യമാണ്: ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖലയുടെ പേര് എന്താണ്? സുന്ദർഗഡ് എന്നാണ്. ദേശീയ ജലപാത NW3 കടന്നുപോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇന്ത്യയിലെ പ്രധാന ആണവോർജ നിലയമായ റാവത്ത് ബട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. 18ാമത്തെ ചോദ്യം: മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മംഗലാപുരം വരെയുള്ള സഞ്ചാരപാതയിൽ കൊങ്കൺ റെയിൽവേ പിന്നിടുന്ന നദികളുടെ എണ്ണം എത്രയാണ്? കൊങ്കൺ റെയിൽവേ പിന്തുടരുന്ന നദികളുടെ എണ്ണം എത്രയാണ്? 146 ബംഗാളിലെ ആദ്യത്തെ വർത്തമാന പത്രം ഏതാണ്? സുലഭ് സമാചാർ എന്നാണ്. ബംഗാളിലെ ആദ്യത്തെ വർത്തമാന
വർത്തമാന പത്രമാണ് കേട്ടോ. താഴെ തന്നിരിക്കുന്നവയിൽ റാബി വിള അല്ലാത്തത് ഏതാണ്? പരുത്തി റാബി വിളയല്ല. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായ ബ്രഹ്മസമാജത്തെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ബ്രഹ്മസമാജത്തെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ജാതി വ്യവസ്ഥ നിർമാർജനം ചെയ്യും എന്നുള്ളത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ഫസ്റ്റ് ഓപ്ഷൻ ശരിയാണ്. അടുത്തത് സ്ത്രീകൾക്ക് എതിരായ വിവേചനം അവസാനിപ്പിക്കുക എന്നുള്ളത് ശരിയാണ്. അടുത്തത് സതി ശൈശവ വിവാഹം എന്നിവ അവസാനിപ്പിക്കുക എന്നത് ശരിയാണ്. 1, 2, 3 എന്ന ഓപ്ഷൻ സി ആണ് ശരി. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഭാഗമാകാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതെല്ലാം എന്നുള്ളത്. ഇതില് PSC എന്താണെന്നാ പറയുന്നത്, ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തേക്കാണ്. ഇതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ടീച്ചർ, അതായത് എന്താ പറയാ, സ്റ്റേറ്റ് റീഓർഗനൈസേഷനെ കുറിച്ചും ലയന കരാറുകളെ കുറിച്ചും അല്ലെ, എന്താ പറയുന്നത് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയില് ഇന്ത്യൻ യൂണിയനിൽ ചേരാതെ നിലനിന്നിരുന്ന നാട്ടുരാജ്യങ്ങൾ കാശ്മീർ, ജുനഗഡ്, ഹൈദരാബാദ്, തിരുവിതാംകൂർ. ഏതൊക്കെയാണ്? കാശ്മീർ, ജുനഗഡ്, ഹൈദരാബാദ്, തിരുവിതാംകൂർ. അങ്ങനെ 4 നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. PSC ഇത് ഡിലീറ്റ് ചെയ്യാണ് ചെയ്തത് കേട്ടോ. അടുത്തത് 23ാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയെ എതിർത്തുകൊണ്ട് 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയ നേതാക്കൾ ആരൊക്കെയാണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്നിട്ടാണ്. സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി 1916 മഹാരാഷ്ട്രയിൽ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? ആരംഭിച്ചത്? DK കാർവെയുടെ നേതൃത്വത്തിലായിരുന്നു. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യക്കാരിൽ ദേശസ്നേഹം വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആരാണ്? അപനീന്ദ്രനാഥ ടാഗോർ ആണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന പ്രാദേശിക പത്രങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രാദേശിക ഭാഷാ പത്ര നിയമം നിലവിൽ വന്നത് എന്നാണ്? 1878 സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യത്തെ സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് നടന്നത് 1951, 52 കാലയളവിലായിരുന്നു. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ ചെയർമാനും മറ്റ് അംഗങ്ങളും ആരായിരുന്നു? എന്തായിരുന്നു? ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രു തുടങ്ങിയവരായിരുന്നു. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവങ്ങളെ കാലഗണനാക്രമത്തിൽ ആക്കുക എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം ഏതാണ്? കുണ്ടറ വിളംബരമാണ് ആദ്യം നടന്നത്. രണ്ടാമത് മലയാളി മെമ്മോറിയലാണ്. മൂന്നാമത് മാപ്പിള ലഹളയാണ്. നാലാമത് നടന്നത് ഏതാണ്? വൈക്കം സത്യാഗ്രഹമാണ്. ഓപ്ഷൻ ഡി 1, 4, 3, 2 അതാണ് ഓപ്ഷൻ. 29 കഴിഞ്ഞാൽ 30ാമത്തെ ചോദ്യം എന്താ ചോദിച്ചേ? സ്വാതന്ത്ര്യാനന്തരം ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യയുടെ പരിവേഷണങ്ങളെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏത് എന്നുള്ളതാണ്. 1962 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി. 1969 ISRO രൂപീകരിച്ചു. 1975 ആര്യഭട്ട എന്ന ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. ഇത് 3ഉമാണ് ശരിയായിട്ടുള്ളത്. 1, 2, 4 തുടങ്ങിയവയാണ് ശരി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഏതൊക്കെയാണ് ശരി? ആദ്യത്തേത് 1993 ഒക്ടോബർ 12 ഇന്ത്യ ഗവൺമെന്റ് മനുഷ്യാവകാശ കമ്മീഷനെ നിയമിച്ചത്. ശരിയായിട്ടുള്ള ആൻസർ ആണ്. 2, കമ്മീഷനിൽ 5 അംഗങ്ങൾ ഉണ്ടായിരിക്കും. അതും ശരിയാണ്. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു. അതും ശരിയാണ്. അപ്പൊ 1, 2, 3 എന്നീ പ്രസ്താവനകൾ ശരിയാണ്. 32 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്നത് മൗലിക കടമകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 2002 86ാം ഭരണഘടനാ ഭേദഗതിയാണ്. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏത് എന്നുള്ളതാണ്. ഏതാണ് മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത്? മൗലികാവകാശങ്ങൾ ന്യായവാദാർഹങ്ങളാണ്. അടുത്തത് എന്താണ്? 2002 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് എന്നുള്ളതും. അടുത്തത് 34 വിവരാവകാശ നിയമം 2005 2019 ഭേദഗതിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ചോദ്യം. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 60 വയസ്സ് തികയുന്നത് വരെ ഏതാണോ അതാണ് എന്നുള്ളതാണ്
ഇതില് തെറ്റായത് 2019 എന്താണ് RTI റൂൾസ് പ്രകാരം കേന്ദ്ര സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർമാർ ഉൾപ്പെടെ എല്ലാ അംഗങ്ങളുടെയും കാലയളവ് 3 വർഷമാക്കി ചുരുക്കിയിട്ടുണ്ട്. മുൻപ് ഇത് 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് ആയിരുന്നു എന്നുള്ളതാണ്. ഇത് 2019 ഭേദഗതി പ്രകാരം ദേശീയ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെയും മറ്റ് കമ്മീഷണറുടെയും കാലാവധി തീരുമാനിക്കുന്നത് ആരാണ്? കേന്ദ്ര ഗവൺമെന്റ് ആണ്. 35ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന സ്വകാര്യ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? 1978 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വകാര്യ സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. നിലവിൽ ഭരണഘടനയുടെ 300A വകുപ്പിലാണ് സ്വകാര്യ സ്വത്തവകാശത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ 2ഉം 3ഉമാണ് ശരി. അടുത്ത ചോദ്യം 36, ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് 1950 ജനുവരി 24-നാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് വകുപ്പിലാണ് ദേശീയ പതാകയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഏതിലാണ്? ഓപ്ഷൻ എ 51A ക്ലോസ് എ എന്നുള്ള വകുപ്പിലാണ് കേട്ടോ. ഇനി അടുത്തത് 38ാമത്തെ ചോദ്യം, ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി വേദിയിൽ പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിൽ വെച്ചായിരുന്നു? 1896 കൽക്കത്ത സമ്മേളനത്തിൽ വെച്ചായിരുന്നു. അവസര സമത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ വകുപ്പ് ഏതാണ്? 16ാം വകുപ്പാണ്. അടുത്തത് 40ാമത്തെ ചോദ്യമാണ്, ഇന്ത്യയുടെ ദേശീയ ചിഹ്നവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് എന്നുള്ളതാണ്. ഏതാണ്? 1947 ഓഗസ്റ്റ് 15-നാണ് ദേശീയ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിച്ചത് എന്നുള്ളത്. 1950 ജനുവരി 26-നാണ് അത് ഔദ്യോഗികമായി അംഗീകരിച്ചത്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? ഏറ്റവും വലിയ കായൽ വേമ്പനാട് കായലാണ്. അടുത്ത ചോദ്യം, ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നത് ഏതാണ്? പമ്പയാണ്. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പലാണ്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതമാണ്. കൊച്ചിയുടെ ശ്വാസകോശം എന്ന് വിളിക്കുന്നത് മംഗളവനം വന്യജീവി സങ്കേതം അല്ലെങ്കിൽ പക്ഷി സങ്കേതത്തെയാണ്. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിലാണ്. കേരള കായിക ദിനം ഒക്ടോബർ 13-ആണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. അടുത്ത ചോദ്യം എന്താണ്? കേരളത്തിലെ നിത്യഹരിത വനം ഏതാണ്? സൈലന്റ് വാലി ആണ്. കേരളത്തിൽ ഗവർണറായ ആദ്യ മലയാളി ആരാണ്? വി വിശ്വനാഥനാണ്. തിരുവിതാംകൂർ സർക്കാർ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് എന്നാണ്? 1865-നാണ്. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ്? നെടുങ്ങാടി ബാങ്ക് ആണ്. താഴെ പറയുന്നവയിൽ മലബാറിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത സംഭവം ഏതാണ്? 1936 ഇലക്ട്രിസിറ്റി സമരമാണ്. അടുത്ത ചോദ്യം, 1932 നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ആർക്കാണ്? കെ കേളപ്പനാണ്. 55ാമത്തെ ചോദ്യം, ഏത് കോൺഗ്രസ് സമ്മേളനത്തിന്റെ ഭാഗമായാണ് കേരളത്തിൽ ആദ്യത്തെ മഹിളാ സമ്മേളനം നടന്നത്? വടകര. 1921 നടന്ന 1ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ടി പ്രകാശനായിരുന്നു. ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? സ്ത്രീകൾക്ക് മേൽമുണ്ടും ജാക്കറ്റും ധരിക്കാൻ അവകാശം നേടിക്കൊടുത്തു. പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ സ്ഥാപകൻ ആരാണ്? PRDSന്റെ സ്ഥാപകൻ കുമാരഗുരുദേവൻ ആണ്. ആരാണ്? കുമാരഗുരുദേവൻ. 1615 കേരളത്തിലെത്തി സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധി ആരായിരുന്നു? വില്യം കീലിംഗ് ആയിരുന്നു. വയനാട്ടിലെ കുറിച്ച കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തി, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചു, നികുതി അടയ്ക്കാത്തവർക്കറിയാത്തവരുടെ ഭൂമി പിടിച്ചെടുത്തു. ഇതൊക്കെ ശരിയാണ്. 61ാമത്തെ ചോദ്യം, വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി വർഷം തോറും റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന IUCN ആണ്.
പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവ പാകം ചെയ്യുമ്പോൾ അടച്ചു വേവിക്കണം എന്ന് പറയുന്നത് ഏത് വൈറ്റമിൻ നഷ്ടപ്പെടാതിരിക്കാനാണ്? വൈറ്റമിൻ സി. കണ്ടൽക്കാടുകളെ സംബന്ധിച്ച താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന, കണ്ടൽക്കാടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ എന്താണ് ശരിയായത് തെരഞ്ഞെടുക്കുക? കണ്ടൽക്കാടുകൾ തീരപ്രദേശത്തെ മണ്ണ് പിടിച്ചു നിർത്തുന്നു. സുനാമിയെ, സുമാനിയല്ല കേട്ടോ, സുനാമിയെ തടയുന്നു. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. 63 കഴിഞ്ഞ 64ാമത്തെ ചോദ്യം. കാൽമുട്ടുകളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏതാണത്? വിജാഗിരി സന്ധിയാണ്. 64ാമത്തെ ചോദ്യം അല്ലെ. ഇനി 65. ഭൗമസൂചിക പദവി ലഭിച്ച കുറ്റ്യാട്ടൂർ മാങ്ങ ഉൽപാദിപ്പിക്കുന്ന പ്രദേശം ഏതാണ്? കണ്ണൂരാണ്. GI ടാഗ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. 66ാമത്തെ ചോദ്യം എന്താണ്? താഴെ തന്നിരിക്കുന്നവയിൽ വായുവിൽ കൂടെ പകരുന്ന രോഗം അല്ലാത്തത് കോളറ, ടൈഫോയിഡ് തുടങ്ങിയവയാണ്. മോണകളിൽ നിന്ന് രക്തവും പഴുപ്പും വരുന്ന രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരാളുടെ ഭക്ഷണത്തിൽ നിർബന്ധമായി ഉൾപ്പെടുത്തേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതാണ്? നെല്ലിക്ക, നാരങ്ങ തുടങ്ങിയ പഴങ്ങളാണ്. അടുത്തത് മനുഷ്യന്റെ ലിംഫ് വ്യവസ്ഥയെ സംബന്ധിച്ച താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ലിംഫിൽ എല്ലാ രക്തകോശങ്ങളും വലിയ പ്രോട്ടീനുകളും കാണപ്പെടുന്നു. അത് എന്താണ്? തെറ്റായ പ്രസ്താവനയാണ് എന്നുള്ളതാണ്. ഇനി 69ാമത്തെ ചോദ്യം. മഴക്കാലത്ത് വ്യാപകമായ കൊതുകുജന്യ രോഗങ്ങൾ തടയാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാൻ അനുവദിക്കാതിരിക്കുക, കെട്ടിടങ്ങൾക്ക് ചുറ്റുമുള്ള പാഴ്ചെടികളും മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യുക, ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈ ഡേ ആചരിക്കുക. അതൊക്കെ ഉണ്ട് കേട്ടോ. ഇനി 70ാമത്തെ ചോദ്യം എന്താണ്? പുല്ല്, മാൻ, കടുവ, കഴുകൻ എന്നീ ഭക്ഷ്യശൃംഖലയിലെ തൃതീയ ഉപഭോക്താവ് ആരാണ്? കഴുകനാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് ശാസ്ത്രജ്ഞനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചോദ്യം. എന്താണ്? ഗോൾഡ് ഫോയിൽ പരീക്ഷണം നടത്തി, ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തി, ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചു. ഇദ്ദേഹം അണുകേന്ദ്ര ഭൗതികത്തിന്റെ പിതാവാണ്. ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് ഇങ്ങേര്. 72. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക എന്നുള്ളതാണ്. 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഹാലോജനുകളാണ്. ഹെൻറി മോസ്ലിയാണ് ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത്. അത് രണ്ടും ശരിയാണ്. 72 കഴിഞ്ഞാൽ അടുത്ത 73. ഒരു സമതല ദർപ്പണത്തിൽ വസ്തുവിന്റെ വലതുഭാഗം പ്രതിബിംബത്തിന്റെ ഇടതുഭാഗത്തെയും വസ്തുവിന്റെ ഇടതുഭാഗം പ്രതിബിംബത്തിന്റെ വലതുഭാഗത്തെയും കാണുന്നു. ഈ പ്രതിഭാസം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏത് പേരിലാണ് ഇത് അറിയപ്പെടുന്നത്? പാർശ്വിക വിപര്യം. പ്രവൃത്തിയുടെ SI യൂണിറ്റ് എന്താണ്? ജൂൾ ആണ്. അടുത്തത് 75. വൈദ്യുത മോട്ടോറിലെ ഊർജമാറ്റം എന്താണ്? വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറുന്നു എന്നുള്ളതാണ്. അടുത്ത ചോദ്യം എന്താണ്? താഴെ തന്നിരിക്കുന്നവയിൽ അയിരിന്റെ സാന്ദ്രണവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഉത്പതനം. താഴെ പറയുന്നവയിൽ കത്തുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. പ്രകൃതിദത്ത പോളിമറായ റബ്ബറിന്റെ മോണോമർ ഏതാണ്? ഐസോപ്രീൻ ആണ്. അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ മാസിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് അളക്കുന്നു, യൂണിറ്റ് ന്യൂട്ടൺ. ഇത് രണ്ടുമാണ് മാസിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന. ഇനി 80. സാധാരണ ഊഷ്മാവിൽ മനുഷ്യന്റെ ശരാശരി താപനില എത്രയാണ്? 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അപ്പോ നമ്മൾ 30 ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുകയുണ്ടായി. 30 ക്വസ്റ്റ്യൻ പേപ്പറിലും 80 ക്വസ്റ്റ്യൻ വെച്ചാ പഠിച്ചേ. അപ്പൊ തന്നെ നമ്മൾ 2400 ക്വസ്റ്റ്യനോളം പഠിച്ചു. ഈ അവസാനത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളിലാണ്, ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ ടീച്ചർ അതിന്റെ അനുബന്ധ വസ്തുതകൾ കൂടി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിന്റെ അനുബന്ധ വസ്തുതകൾ കൂടി ഈ 30 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനുബന്ധ വസ്തുതകൾ കണക്കിലെടുത്തുകൊണ്ട് ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ്സും നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങളും കൂടി ഭംഗിയായിട്ട് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 80-ൽ ഇപ്പൊ നമ്മൾ ഡിലീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെയായാലും 80-ൽ നിങ്ങൾക്കൊരു 75 മാർക്ക് ടീച്ചർ ഉറപ്പ് തരുന്നു നിങ്ങൾക്ക് വാങ്ങാനായിട്ട് പറ്റും. ആ ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ്സും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള നമ്മുടെ ആ ഒരു 100 ഡേയ്സ് സിലബസിന്റെ ക്ലാസ്സും ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്ലാസ് ഒക്കെ കൃത്യമായി ഫോളോ ചെയ്തിട്ടുള്ളവർക്ക്. ഇനി ക്വസ്റ്റ്യൻ പേപ്പറും ഹോട്ട് ടോപ്പിക്സ് ആണെങ്കിൽ തന്നെ 70 ഒക്കെ ഉറപ്പായിട്ടും കിട്ടും. കാരണം അത്രയും അധികം ക്വസ്റ്റ്യൻസ് ഇവിടെ റിപ്പീറ്റഡ് ആണ് എന്നുള്ളതാണ്. 70 എന്ന് പറയുന്ന ടീച്ചർ 80-ലാണ്, ബാക്കി 20 ക്വസ്റ്റ്യൻസ് മാത്സ് വേറെ എടുക്കുകയാണ് കേട്ടോ. അപ്പോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. അടുത്ത ക്ലാസ് തൊട്ട് നമുക്കപ്പോ എന്ത് ചെയ്യാം? റിവിഷൻ ആരംഭിക്കാം അല്ലെ. അതായത് LGSന്റെ സിലബസ് അനുസരിച്ചിട്ടുള്ള റിവിഷൻ ആണ് നമ്മളിവിടെ ആരംഭിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ കേട്ടോ.